അമീൻസിന്റെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കെമിക്കൽ റിയാക്ഷൻ ആണ് കാർബൈൽ അമീൻ റിയാക്ഷൻ. എന്താണ് കാർബൈൽ അമീൻ റിയാക്ഷൻ? When primary amines on heating with chloroform and alcoholic potassium hydroxide, a foul smelling substance known as carbyl amine or isocyanide is formed. This reaction is known as carbyl amine test or isocyanide test. അതായത് പ്രൈമറി അമീനിനെ ക്ലോറോഫോമും അതുപോലെ തന്നെ ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും ആഡ് ചെയ്തുകൊണ്ട് ഹീറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഒരു ഫൗൾ സ്മെല്ലിംഗ് സബ്സ്റ്റൻസ് ഉണ്ടാകുന്നു. ഈ സബ്സ്റ്റൻസിനെയാണ് ഐസോസയനൈഡ് അല്ലെങ്കിൽ കാർബൈൽ അമീൻ എന്ന് വിളിക്കുന്നത്. ഇത്തരത്തിൽ ഐസോസയനൈഡ് അല്ലെങ്കിൽ കാർബൈൽ അമീൻ ഉണ്ടാകുന്ന റിയാക്ഷനെയാണ് കാർബൈൽ അമീൻ റിയാക്ഷൻ അഥവാ ഐസോസയനൈഡ് ടെസ്റ്റ് എന്ന് വിളിക്കുന്നത്. സാധാരണയായിട്ട് പ്രൈമറി അമീനാണ് ഇത്തരം റിയാക്ഷൻസ് കാണിക്കുന്നത്. സെക്കൻഡറി അമീൻ ആൻഡ് ടെർഷ്യറി അമീൻ ഡു നോട്ട് ഗിവ് ദിസ് ടെസ്റ്റ്. അതുകൊണ്ട് തന്നെ അമീൻസിൽ നിന്നും പ്രൈമറി അമീനിനെ പ്രത്യേകം തിരിച്ചറിയുന്നതിന് നമുക്ക് ഈ ഒരു ടെസ്റ്റ് ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ സാധാരണയായിട്ട് ഓർഗാനിക് കോമ്പൗണ്ട്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ അതിൽ പ്രൈമറി അമീനാണ് എന്ന് കൺഫേം ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റാണ് കാർബൈൽ അമീൻ ടെസ്റ്റ്. എന്നാൽ ഈ കാർബൈൽ അമീൻ ടെസ്റ്റിൻ്റെ ഫലമായിട്ട് വളരെയധികം ഫൗൾ സ്മെല്ലിംഗ് ആയിട്ടുള്ള ഐസോസയനൈഡ് പോലുള്ള സബ്സ്റ്റൻസ് ഉണ്ടാകുന്നതിനാൽ സാധാരണയായിട്ട് നമ്മളിത് ലാബുകളിൽ അധികം ചെയ്യാറില്ല, അല്ലേ? അപ്പോൾ ഈ റിയാക്ഷൻസിൻ്റെ ജനറൽ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണെന്ന് നോക്കൂ. ആദ്യം തന്നെ പ്രൈമറി അമീൻ RNH2 എന്ന പ്രൈമറി അമീൻ ക്ലോറോഫോമുമായിട്ടും ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും ചേർത്ത് ഹീറ്റ് ചെയ്യുന്നു. ഇതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഫൗൾ സ്മെല്ലിംഗ് സബ്സ്റ്റൻസ് ആണ് ഐസോസയനൈഡ് അല്ലെങ്കിൽ കാർബൈൽ അമീൻ. അപ്പോൾ ഐസോസയനൈഡ് എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക? RNC എന്ന ടേം ഉപയോഗിച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. നമുക്കറിയാം സയനൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CN ആണ്, ഐസോസയനൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NC ആണ്. സോ പ്രൈമറി അമീൻ ഗിവ്സ് ഐസോസയനൈഡ്. ഇവിടെ ഉണ്ടാകുന്ന ബൈ പ്രോഡക്റ്റുകൾ പൊട്ടാസ്യം ക്ലോറൈഡും വാട്ടർ മോളിക്യൂളുമാണ്. ഈ റിയാക്ഷൻ നമുക്ക് കാർബൈൽ അമീൻ റിയാക്ഷൻ എന്ന് വിളിക്കാം. സ്പെസിഫിക് ആയിട്ട് 1-2 എക്സാമ്പിൾസ് നോക്കാം. ഇവിടെ ആദ്യമായിട്ട് ആലിഫാറ്റിക് പ്രൈമറി അമീൻ ആയിട്ടുള്ള മീത്തൈൽ അമീൻ ക്ലോറോഫോമുമായിട്ടും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡുമായിട്ടും ചേർത്ത് ഹീറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കൂ. ഇവിടെ മീഥൈൽ ഐസോസയനൈഡ് എന്ന മേജർ പ്രൊഡക്റ്റ് ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ പൊട്ടാസ്യം ക്ലോറൈഡും വാട്ടർ മോളിക്യൂളും ഫോം ചെയ്യുന്നു. ഈ റിയാക്ഷൻ തന്നെ ആരോമാറ്റിക് ആയിട്ടുള്ള പ്രൈമറി അമീൻ അതായത് അനിലീനും കാണിക്കുന്നുണ്ട്. When aniline undergo reaction with chloroform and potassium hydroxide, it will form phenyl isocyanide. ഇവിടെ ഫൗൾ സ്മെല്ലിംഗ് സബ്സ്റ്റൻസ് ആയിട്ടുള്ള ഫിനൈൽ ഐസോസയനൈഡ് ആണ് ഉണ്ടാകുന്നത്. ഈ റിയാക്ഷനെയാണ് നമ്മൾ കാർബൈൽ അമീൻ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ കാർബൈൽ അമീൻ റിയാക്ഷൻ പ്രൈമറി അമീൻസ് മാത്രം കാണിക്കുന്ന റിയാക്ഷൻ ആണ് എന്നും സെക്കൻഡറി അമീൻസും ടെർഷ്യറി അമീൻസും ഈ ഒരു ടെസ്റ്റ് പോസിറ്റീവ് റിസൾട്ട് കാണിക്കുന്നില്ല എന്നും പ്രത്യേകമായിട്ട് ഓർക്കണം.